Hi, I am Rogis Jose, Managing Director of Alpha Academy. +1, +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച ഏതൊരു വിദ്യാർത്ഥിയുടെയും ഡ്രീമായ ബെസ്റ്റ് ക്യാമ്പസുകൾ MBBS, BDS, ഹോമിയോ, ISRO, ഇന്ത്യൻ റെയിൽവേ, നാഷണൽ ഡിഫൻസ് അക്കാഡമി, IITs, കുസാറ്റ്, ഐക്കർ ഇതേപോലുള്ള ബെസ്റ്റ് ക്യാമ്പസുകളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച എൻട്രൻസ് എക്സാമിനേഷനിൽ നമുക്ക് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓർ ബയോളജി. ഈ സബ്ജക്ട്സിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷന് അപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ടഫായി മാറുന്ന, ഡിഫിക്കൽട്ടായി മാറുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറുന്ന സബ്ജക്റ്റാണ് ഫിസിക്സ്. ആ ഫിസിക്സിനെ ഈസിയാക്കാൻ 2 കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ തിയറി കൺസെപ്റ്റ് ഡെപ്ത് പഠിക്കുക. രണ്ടാമത്തത്, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആകുക. ഈ രണ്ടാമത്തെ സെഷൻ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ടൈം ബൗണ്ടഡ് ആയിട്ട് ആൻസർ ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ഷോർട്ട് കട്ട് മെത്തേഡ്സിലൂടെ ആൻസറിലെത്തണം, ഇതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിക്കണമെങ്കിൽ ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ബെസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ബെസ്റ്റ് കോച്ചിങ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട എക്സ്പീരിയൻസ് ആണ്. അതിനു വേണ്ടിയിട്ട് ആൽഫ അക്കാഡമി ഒരു സീരീസ് ആയിട്ട് തന്നെ പല പാർട്ടുകളായി, പല വോളിയൂംസ് ആയിട്ട് ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഫിസിക്സിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സ് പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരു പാർട്ടാണ് ഇന്ന് നിങ്ങളിവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട മെത്തേഡ്സുകൾ പഠിക്കുക, ക്വസ്റ്റ്യൻസിൽ ധാരാളം എക്സ്പീരിയൻസ് നേടിയെടുക്കുക, വിജയികളായി മാറുക. ഇന്ന് ഈ പാർട്ട് കാണുമ്പോൾ ഇതിൻ്റെ മുൻപുള്ള പാർട്ടുകൾ കാണാത്തവരാണെങ്കിൽ ആ പാർട്ടുകൾ കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ഈ വീഡിയോ കാണുക. അങ്ങനെ ചെയ്താൽ മുന്നോട്ടുള്ള പാർട്ടുകളും നിങ്ങൾ കാണുമ്പോൾ ഓബ്ജക്റ്റീവിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിച്ച് ആൽഫയുടെ ക്യാമ്പസിൽ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന കുട്ടികളെ ഏറ്റവും നല്ല വിജയികളായി, ആവറേജ് സ്റ്റുഡൻസിനെ പോലും മികച്ച വിജയികളാക്കി മാറ്റുന്ന ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിച്ച് നിങ്ങൾക്കും ഏറ്റവും നല്ലൊരു വിജയം നേടാൻ പറ്റുന്ന വിദ്യാർത്ഥികളായി മാറും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള വോളിയൂംസും നിങ്ങളിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയം നേടാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളായി മാറട്ടെ. എന്നും നിങ്ങളുടെ വിജയത്തിന് നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി. ബെസ്റ്റ് വിഷസ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 36. A body floats in water with 1/3 of its volume above the surface of water. If it is placed in oil, it floats with half of the volume above the surface. Then what is the specific gravity of oil? വെള്ളത്തിൽ വെക്കുമ്പോൾ 3/4 floats water with 1/3 of the volume above. 1/3 മുകളിലാണ് എന്ന് പറഞ്ഞാൽ 2/3 താഴെയാണ്. ഓയിലിൽ വെക്കുമ്പോൾ 1/2 മേളിലാണ്, 1/2 താഴെയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പെസിഫിക്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് മാറിയത്. അവിടെ എന്താണ്? mg is equal to 2/3 of v. എന്താ ഇത്? v rho g. That means mg is equal to 2/3 of v into rho into g. That can be find out. Therefore g is equal to mg is equal to 3/4. mg is weight is the demanding part, that is equal to the 3/4. Then option B as the answer. Specific gravity. Question number 37. The work done in increasing the size of a rectangular soap film with dimensions 8, 3.75 to 10, 6 cm is 2 × 10⁻⁴. The surface tension of the film is. This is also, I think, a direct question. Then work and the surface tension W is equal to T into 2 times of the change in area, TA. W is equal to 2TA. പഠിച്ചതാണ് 2T delta A എന്നാണ് പറയുന്നത്, 2TA. Then apply the respective values there. Then you can derive the relation T. Question number 38. The excess pressure inside one soap bubble is 3 times that inside the second soap bubble. Then the ratio of their surface area is. സോപ്പ് ബബിളിൻ്റെ കേസിൽ എക്സസ് ഓഫ് പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കറിയാം. ഒരു ഡ്രോപ്പ് ആണെങ്കിൽ അത് 2T/R ആണെങ്കിൽ
ബബിൾ ആണെങ്കിൽ അത് 40 ആവും. അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാം, ഡബിൾ ചെയ്ത് പോകുന്ന കണ്ടീഷൻ ആണെന്നറിയാം. Because here the bubble is given, therefore it is 4t by r. You can find the value, then it is equal to 3 times of 4t by r2. Then t1 by t2 or r1 by r2, you can find out from this result, it is equal to 1 by 3. Therefore, area a1 by a2 is equal to pi r square, 4 pi r square. That is a1 by a2 is directly proportional to r1 by r2 the whole square. Then the answer is 1 by 9. 1:9. Question number 39. See, ഇതൊക്കെ പെട്ടെന്ന് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, കാരണം യു ആർ വെരി മച്ച് സീനിയർ. Question number 39. The surface tension of soap solution is 0.03 Newton per meter. The work done in blowing to form a soap bubble of surface area. Work done to blowing to form a soap bubble of surface area is. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർഫസ് ടെൻഷൻ ഓഫ് സോപ്പ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ദ വർക്ക് ഡൺ ഇൻ ബ്ലോവിംഗ് ടു ഫോം എ സോപ്പ് ബബിൾ ഓഫ് സർഫസ് ഏരിയ ഈസ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അവിടെ? എന്തെങ്കിലും ഇല്ലാതുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? സർഫസ് ടെൻഷൻ ഓഫ് സോപ്പ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. ദ വർക്ക് ഡൺ ഇൻ ബ്ലോവിംഗ് ടു ഫോം എ സോപ്പ് ബബിൾ ഓഫ് സർഫസ് ഏരിയ ഈസ്. എന്തെങ്കിലും എന്താ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട്? ഇതാണ് കിടക്കുന്നത്, W is equal to 2TA. ആ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ചോദ്യം വർക്കുമാണ്, പക്ഷേ ഇത് നോക്കിയിട്ട് ഇത് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? Then there is a problem. That means they are not provided the question A. Area is already given, but that is not displaying there in the question. Then you do one thing. The work done in blowing to form a soap bubble of surface area is 2.4 into 10 raised to minus 4. ഇതിൽ ഏതെങ്കിലും എടുത്തോളൂ നിങ്ങൾ. 2.4 into 10 raised to minus 4. Then the change in area is. എന്നാ ക്വസ്റ്റിനെ മാറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. Then everything is provided there. Only the thing is, ഇതിനകത്ത് നിന്ന് ആ ഏരിയ മിസ്സാണ്. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റൻ അങ്ങനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തതാണ്. യു ഡു ഇറ്റ്. Pressure inside two soap bubbles are 1.01 and 1.02 atmosphere. Ratio between their volume is. Pressure inside two soap bubbles തന്നിട്ടുണ്ട്, P1 ഉം P2 ഉം തന്നിട്ടുണ്ട്. Ratio between their volume is. Two soap bubble ആണ്. വോളിയം കണ്ടുപിടിക്കാമല്ലോ. ഇത്രയും ഒക്കെ ചെയ്യണോ ഇത് കണ്ടുപിടിക്കാൻ? എന്താണ് കാരണം? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷേ പ്രശ്നമുണ്ട്. ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 atmosphere, എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഫസ്റ്റ് ബബിൾ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ ആണ്. 1.01 minus 1, that is 0.01. Similarly, excess pressure for the second also you can find. അപ്പോൾ ഒന്നാമത്തെ കേസിൽ അത് 1 ആണ്, 1.01 excess pressure the first bubble, okay, and excess pressure for the second bubble അതും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ചേഞ്ച് ഇൻ പ്രഷർ ആണ്. ചേഞ്ച് ഇൻ പ്രഷറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 4T/R. That means change in pressure is inversely proportional to R. R1/R2 is change in pressure delta P1 divided by delta P2. ഇത് ശ്രദ്ധിച്ചോണം. 1.01 minus 1 is equal to 0.01 എന്നാണ് ആൻസർ. അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. Then 0.02 divided by 0.01 is equal to 2/1. Then വോളിയം V1/V2 എന്ന് പറഞ്ഞാൽ എന്താണ്? R-ന്റെ ക്യൂബാണ്. Then V is directly proportional to R cube. Therefore, V1/V2 is equal to R1/R2 the whole cube equals cube of 2/1 equals 8/1. Question number